ഇത് ഹെലിക്കൽ സ്പ്രിംഗ് ആണ്. ഹെലിക്കൽ സ്പ്രിങ്ങിൽ ആദ്യം തന്നെ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പം ഇതിനെ പറയാം ഡെഡ് ലോഡ് എന്നാണ്. ഈ ഡെഡ് ലോഡിൻ്റെ റീഡിംഗ് ആണ് ഞാൻ ആദ്യം ഇവിടെ നോട്ട് ചെയ്യണത്. അപ്പോൾ എനിക്കിത് ഡെഡ് ലോഡിൻ്റെ റീഡിങ് ഞാൻ ഇവിടെ 22 ആണ് എനിക്ക് കിട്ടണത്. 22 എന്ന് എഴുതി. അത് കഴിഞ്ഞ് ഞാൻ ഓരോ വെയിറ്റുകളായിട്ട് ഓരോന്ന് ഇപ്പോൾ 100 ഗ്രാംസിൻ്റെയാണ്, അടുത്ത 100 ഇട്ടു. അപ്പോൾ എനിക്ക് ഇവിടെ നേരെയുള്ള റീഡിങ് നേരെ നോക്കണം. അപ്പോൾ എനിക്ക് 25.2 എന്നാണ് കിട്ടിയത്. നമ്മുടെ ലാബ് മാനുവൽ ഇവിടെ +50 എന്ന് എഴുതിയാണ്, അത് നമ്മൾ മാറ്റി 100 എന്നാക്കണം. നമ്മുടെ വെയിറ്റുകൾ 100 ആയതുകൊണ്ട്. എന്നിട്ട് നമ്മളിനി അടുത്തത് 200 ഇട്ടു. 200 ഇട്ടപ്പോൾ എത്ര വെയിറ്റ് എനിക്ക് കിട്ടുന്നത് 28.3 ആണ്. അതെഴുതി. ഒരു വെയിറ്റും കൂടെ ഇട്ടു. അതിൻ്റെ നേരെ ഉള്ള ഇത് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 31 ആണ്. ഇതിപ്പോൾ ഞാൻ ഓൺ ലോഡിങ്ങിൻ്റെ അവിടെ ഇതുപോലെ ഒരു റീഡിങ് കൂടി എടുക്കണം. ഇത് ഞാൻ എടുത്തത് ഓൺ ലോഡിങ് ആണ്. ഇനി ഇതുപോലെ ഓരോന്നായിട്ട് അൺലോഡ് ചെയ്തിട്ട് വീണ്ടും അതേ റീഡിങ് അതന്നെയല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അൺലോഡിങ്ങിൻ്റെ അവിടെ ഇതേ റീഡിങ്സ് തന്നെയാണ് വരും. കാരണം അത് തന്നെയല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണല്ലോ ചെയ്യണം. അപ്പം മീൻ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും. 25 ഇതേ റീഡിങ് തന്നെയായിരിക്കും വരും. ഇനി എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് L, അതാണ് L. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഡ് ലോഡിൻ്റെ മീൻ ഓരോ റീഡിങ്ങിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 3 കിട്ടി. രണ്ടാമത്തെ റീഡിങ്ങിന് ഇത് മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 6.1 കിട്ടി. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഡെഡ് ലോഡിങ്ങിൻ്റെ റീഡിങ്ങാണ് ഞാൻ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന റീഡിങ്സാണ് ഈ L അഥവാ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നത്. അത് ഞാനിവിടെ എഴുതി. എന്നിട്ട് ഞാൻ ഇനി ഇത് ഈ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ mg/L എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ K = mg/L, ഇതാണ് ഇക്വേഷൻ. M എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഞാനിപ്പോൾ 100 ഇട്ട് കൊടുത്തു, അത് ഗ്രാമിലായതുകൊണ്ട് അതിന് കിലോഗ്രാമിലാക്കിയപ്പോൾ -3. G നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 9.8. L എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഡെഡ് ലോഡിൻ്റെ റീഡിങ് മൈനസ് ചെയ്യുന്ന റീഡിങ്ങാണ് എക്സ്റ്റൻഷൻ. അപ്പോൾ ആദ്യത്തേന് 100ന് എനിക്കത് 3 ആയിരുന്നു, സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 10⁻². ഇതാണ് ഈ കാൽക്കുലേഷൻ ഞാൻ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ എനിക്കിവിടെ കിട്ടുക 32.6 എന്നാണ്. അതുപോലെ അടുത്ത റീഡിംഗ് ആകുമ്പോൾ ഇത് 200 ആവും, ഇത് 6.1 ആവും. പിന്നത്തെ റീഡിംഗ് ആകുമ്പോൾ ഇത് 300 ആവും, ഇത് 9 ആവും. എല്ലാ പ്രാവശ്യവും ഈ വാല്യൂ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിന് മാറ്റം ഉണ്ടാവില്ല. ചിലപ്പോൾ 32.1 അല്ലെങ്കിൽ 32.6, ഓൾമോസ്റ്റ് ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഇതിൻ്റെ മീൻ എടുത്ത ഏകദേശം 32.6 അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വാല്യൂ തന്നെയാണ് നമുക്ക് മീൻ കിട്ടുക. അതാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മൾ ഇവിടെ റിസൾട്ടിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും Nm/m എഴുതി വയ്ക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, അൺനോൺ മാസും ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതാണ് ഹെലിക്കൽ സ്പ്രിംഗ്.